എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് ഉം. പെരുന്തച്ഛൻ. ഞാനിതിനു മുമ്പ് ചിത്രഭൂമിയിലൊക്കെ വായിച്ചിട്ടിരിക്കുക, ഉം. എല്ലാം മേടിച്ച് വായിക്കുമല്ലോ. ഉം. അപ്പോൾ ഇത് പെരുന്തച്ഛൻ മംഗലാപുരത്ത് പുരോഗമിക്കുന്നു. നമ്മൾ വായിച്ചു കിട്ടും, ഒരു കാലത്തും അതിൽ നിന്നൊരു വിളി വരുമെന്ന് നമ്മൾ ഓർമ്മില്ല. ഉം. അത് എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റ് അല്ലേ. അയ്യോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പെട്ടെന്നൊരു വിളി വന്നു, മനോജ് കെ ജയനല്ലേ, നിങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് പേര് സിനിമയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം നമ്മളിവിടെ ഒരു ക്യാരക്ടറുണ്ട്, അത് പലരെയും നോക്കി നമ്മൾ ശരിയാവുന്നില്ല, അപ്പോൾ പുതിയൊരാളെ ട്രൈ ചെയ്യാൻ എം ടി സാർ പറഞ്ഞു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മംഗലാപുരം വരെ വരിക, പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം വന്നാൽ ഉറപ്പൊന്നുമില്ല ഉം. ഇത് കിട്ടുമെന്ന്. കാരണം ഇവിടെ അവരൊക്കെ തീരുമാനിക്കുന്നത്. നിങ്ങളവർ കണ്ടിട്ടില്ല, വന്ന് കണ്ടിട്ട് അവർക്ക് ഹാപ്പി ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരും. അതെനിക്കൊരു വലിയ വേദനയൊക്കെ അത് കേട്ടപ്പോൾ. എന്നാലും അങ്ങനെ ഒരു വിളി വന്നതല്ല, അതിനെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് അമ്മയോട് മാത്രം പറഞ്ഞിട്ട് കൂട്ടുകാരോട് പോലും പറഞ്ഞില്ല. കാരണം തിരിച്ചു വന്ന നാണക്കേടില്ല. അതെ. കോട്ടയത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറി നേരെ മംഗലാപുരത്ത് പോയി ഇറങ്ങുന്നു. അവിടുന്ന് കുന്താപുരത്താണ് ഇവർ തമ്പടിച്ചിരിക്കുന്നത്, ഹോട്ടൽ ഷാരോൺ. അവിടെ ചിലപ്പോൾ മോനിഷ, തിലകൻ ചേട്ടൻ അവരൊക്കെ ഉണ്ട്, നമുക്കാരും പരിചയമില്ല. ഞങ്ങളിങ്ങനെ അന്തം വിട്ട് നിൽക്കുക അവരെ കണ്ട്. 2 ദിവസം എന്നെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. കാരണം എം ടി സാർ വരണം, വന്നാലേ ഈ ക്യാരക്ടർ താങ്കളെ കണ്ടിട്ട് പുള്ളിക്ക് ഹാപ്പി ആണേലേ ഇടുകയുള്ളൂ. അതിനുവേണ്ടി 2 ദിവസം. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവരെല്ലാം രാവിലെ പോകുന്നു, ഞാൻ റൂമിൽ കിടക്കുക. അവസാനം 3-ാമത്തെ ദിവസം അസോസിയേറ്റ് ഡയറക്ടർ വന്ന് പറഞ്ഞു, നിങ്ങൾ വരൂ, കാരണം ഒരു നെടുമുടി വേണുവും അജയനും റൂമിലുണ്ട്, എം ടി സാർ വരാൻ ലേറ്റ് ആവും, അപ്പോൾ ഇവരോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ നോക്കിയിട്ട് ഫിക്സ് ചെയ്തോളാം. അങ്ങനെ ഞാൻ റൂമിൽ ചെല്ലുമ്പോൾ വേണുവേട്ടനുണ്ട്. അപ്പോഴും വേണുവേട്ടനെ ഞാൻ അടുത്ത് പരിചയപ്പെടുന്ന കാണുന്നൊക്കെ. അപ്പോൾ വേണുവേട്ടൻ പറഞ്ഞു, നമുക്കൊരു സീൻ ഇതിലൊന്ന് ചെയ്തു നോക്കാം, അത് ഓക്കെ ആവുകയാണെങ്കിൽ അജയൻ സമ്മതിക്കും. ഞാൻ പറഞ്ഞു, എനിക്കൊരു പിടിയില്ല, എം ടി സാറിന്റെ ഡയലോഗ്സ് ഒക്കെ ഇല്ലല്ലേ, എങ്ങനെയാ ഇരുമ്പാണി നെട്ടി മുളയാണി അതൊക്കെ കേട്ട് നമ്മൾ എങ്ങനെ ഇത് പറയണം, ഏത് റെൻഡറിങ്ങിൽ ഏത് മോഡുലേഷനും പറയണം, ഒന്നും അറിയില്ല ചേട്ടാ. ഭയങ്കര സീനാണ്, ഞാനാണ് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ആക്ടറും. അപ്പോൾ വേണുവേട്ടൻ എൻ്റെ കൂടെ, അഥവാ ഞാനതിൽ ചെയ്യുവാണെങ്കിൽ ചെയ്യേണ്ട ഒരു സീൻ വേണുവേട്ടൻ ഞാനും കൂടെ ചെയ്യുന്നു. വേണുവേട്ടനാണ് ആ റോൾ ചെയ്യേണ്ടത്. ഞാൻ ഡയലോഗ്സ് ഒക്കെ പറയുന്നു, കറക്റ്റായിട്ടെല്ലാം പറഞ്ഞു. കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറയുന്നു. അവരവിടെ പൂര ഡിസ്കഷൻ, ഭയങ്കര കൂലങ്കഷമായ ഡിസ്കഷൻ. എനിക്കിപ്പം നാളെ ടിക്കറ്റ് എടുക്കുമെന്നുള്ള പേടിയായി മംഗലാപുരത്ത് നേരെ. അതെ, എൻ്റെ പ്രതീക്ഷ അതാണ്. അങ്ങനെയല്ലേ പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. നോക്കിപ്പോ വേണുവേട്ടൻ അടുത്തോട്ട് വരുന്നു. മനോജ് ഓക്കെയാണ്, നിങ്ങൾക്ക് ചെയ്യാം. ഏട്ടാ എന്താ ഇതുപോലെ സന്തോഷമുണ്ട്, പെരുന്തച്ഛൻ ഞാൻ ചെയ്യുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ക്യാരക്ടർ തലമുണ്ടനം ചെയ്യണം. ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. താഴെ എനിക്കപ്പോ നല്ല ഇതുപോലെ മുടിയായിട്ട് ചെന്നാ തല മുഴുവൻ പഠിച്ചോളൂ. രാവിലെ ഷൂട്ടിംഗ് ഉണ്ടോ?